അന്നൊരു സമ്മർ ടൈം, സ്കൂൾ വെക്കേഷൻ ആയിരുന്നു. എൻ്റെ പാരൻസ് വീട്ടിലുണ്ടായിരുന്നില്ല. സാധാരണയായി പാരൻസ് വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയോ കസിൻസിനെയോ ഒക്കെ രാത്രിയിൽ താമസിക്കാനായി വിളിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഞാൻ ആരെയും വിളിച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ താമസിച്ചു. നോർമലി വെക്കേഷൻ ടൈം ആണെങ്കിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം വീട്ടിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ടിവിയും യൂട്യൂബ് വീഡിയോസും നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ട് ദിവസങ്ങൾ നീക്കും. അന്നും ടിവിയും യൂട്യൂബും നെറ്റ്ഫ്ലിക്സും ഒക്കെ കണ്ടിട്ട് ദിവസങ്ങൾ കടന്നുപോയി. എന്നെ സംബന്ധിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്നത് വലിയ കാര്യമായിരുന്നില്ല. അന്ന് ഞാൻ ഏതായാലും നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കാണാൻ തീരുമാനിച്ചു. രാത്രിയായി, കൃത്യമായ സമയം ഓർമ്മയില്ല, പക്ഷേ 11-12 ആയി കാണും. എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ ആരോ നോക്ക് ചെയ്തു. നല്ല മഴയായിരുന്നത് കൊണ്ട് എനിക്ക് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കൃത്യമായി കേട്ടില്ലായിരുന്നു. എന്തോ ശബ്ദം കേട്ടാണ് സീരീസ് കാണുന്നത് പോസ് ചെയ്ത് ഞാൻ ഡോറിനടുത്തേക്ക് പോയത്. അപ്പോഴാണ് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദമാണെന്ന് മനസ്സിലായത്. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാനെത്തി. അത് രാത്രിയാണെന്നോ അസമയമാണെന്നോ എന്ന ചിന്ത എനിക്കുണ്ടായില്ല. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഐ ഹോളിലൂടെ പുറത്തുള്ളത് ആരാണെന്ന് നോക്കി. 2 പുരുഷന്മാർ ഒരേപോലെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എനിക്കവരെ മുമ്പ് കണ്ട പരിചയം പോലുമില്ല. ഞാനേതായാലും ഡോർ ഓപ്പൺ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. അവർ വീണ്ടും നോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. വീട്ടിനകത്ത് ആളുണ്ടെന്ന് അവർക്ക് ഉറപ്പുള്ളതുപോലെയാണ് ഡോർ നോക്ക് ചെയ്തത്. കുറേ നേരം ഡോർ നോക്ക് ചെയ്തെങ്കിലും ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹലോ, we are looking to speak with Mr. and Mrs. Lam. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലാൻ എന്നത് എൻ്റെ പാരൻസ് ആയിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡായി. ഡോർ ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നു. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം വല്ലതും ആണെങ്കിലോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം നോക്കി തിരിച്ചു പോയി. അവർ പോർച്ചിലേക്കാണ് പോയത്. അതിനപ്പുറം അവരെങ്ങോട്ട് പോയി എന്നറിയില്ല. കാരണം ആ ഭാഗത്ത് ലൈറ്റ്സ് കുറവായിരുന്നു. അത് മാത്രമല്ല, മറ്റ് കാർസിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അവർ തിരിച്ചു പോയോ അവിടെ തന്നെ ഉണ്ടോ എന്നൊന്നും ഉറപ്പില്ല. ഞാൻ TV ഓഫ് ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ് സൈലൻസ് ആയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്ത് വീണ്ടും ഫുഡ് സ്റ്റെപ്സ് കേട്ടു. വിൻഡോയിലൂടെ ഞാൻ നോക്കിയപ്പോൾ മുമ്പേ എൻ്റെ പാരൻസിനെ അന്വേഷിച്ച് വന്നവർ തന്നെയായിരുന്നു. ഇത്തവണ അവർ ഡോർ നോക്ക് ചെയ്യാൻ നിന്നില്ല. അവർ വീടിന് ചുറ്റും നടന്നു. അവർ ബാക്ക് യാർഡിലേക്ക് എത്തി. അവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ഗരാജിലെത്തി. എന്നിട്ട് പോലീസിനെ കോൾ ചെയ്തു. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അവർ ഇരുമ്പ് കഷ്ണമെടുത്ത് ഡോർ കുത്തിപ്പൊളിക്കാൻ നോക്കി. കുറച്ച് നിമിഷത്തെ പരിശ്രമത്തിന് ശേഷം വീട് മൊത്തം ഒരു വൈബ്രേഷനോടുകൂടി ആ ഡോർ ഓപ്പണായി. അതായത് ബാക്ക് ഡോർ ഓപ്പണായി. അവരുടെ ഫുഡ് സ്റ്റെപ്സ് എനിക്ക് കേൾക്കാമായിരുന്നു. സ്റ്റെയർസ് കടന്ന് അവർ ബെഡ്റൂമിലേക്കാണ് പോയത്. അവർ ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അകത്ത് കയറി. ഉടനെ തന്നെ ബെഡ്റൂം അകത്ത് നിന്ന് ലോക്ക് ചെയ്തു. പിന്നീട് ഒരു ഒച്ചയും അപ്സ്റ്റെയറിൽ നിന്ന് കേട്ടില്ല. ഒരു 10-15 മിനിറ്റ് വരെ ആ വീട് മൊത്തം കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. ഏതായാലും 15 മിനിറ്റ് കഴിഞ്ഞ് പോലീസ് എത്തി. അവരെന്നെ കോൾ ചെയ്യാനൊന്നും നിന്നില്ല. ബാക്ക് ഡോർ വഴി അവരും അകത്ത് കയറി. അപ്പോഴാണ് അപ്സ്റ്റെയറിൽ നിന്ന് ഫുഡ് സ്റ്റെപ്സ് വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നത്. പോലീസ് മേലെ എത്തിയപ്പോൾ പിന്നെ അവർ ആർഗ്യൂ ചെയ്യുന്ന ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. അവരെ പോലീസ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പോലീസുകാരിൽ ഒരാൾ വന്ന് ഗരാജിലിരിക്കുന്ന എന്നെ പുറത്തെത്തിച്ചു. പോലീസ് കൊണ്ടുപോയ ആ 2 പേര് പിന്നെ ഒരക്ഷരം പോലും സംസാരിക്കുന്നതായി കേട്ടില്ല. അവർ കള്ളന്മാരാണോ? അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ വഴി മാന്യമായി വന്ന് ഡോർ നോക്ക് ചെയ്തത്? അന്നേ ദിവസം എൻ്റെ പാരൻസ് വീട്ടിലുണ്ടായിരുന്നതിൽ അവരൊരു പക്ഷേ ഡോർ ഓപ്പൺ ചെയ്തിരുന്നതിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇനി ഞാനും ഡോർ ഓപ്പൺ ചെയ്തിരുന്നെങ്കിലോ? ഏതായാലും പാരൻസ് തിരിച്ചു വരുന്നത് വരെ ആ വീട്ടിൽ ഞാൻ താമസിക്കാൻ നിന്നില്ല.